ചേച്ചി, ഇപ്പം എന്തൊക്കെയാണ് നിങ്ങൾ ഓരോ ദിവസവും ഇവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ? ഇവിടെ ഇപ്പൊ മഴയാണല്ലോ, ശക്തമായ മഴയാണല്ലോ. ഈ മഴ സമയത്ത് ഇവര് പ്ലാന്റിൽ നിന്നുള്ള നമുക്ക് സ്മെല്ലാണ് വരുന്നത്. ഈ വരുന്ന സ്മെല്ല് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം കനീഭവിച്ച് നിൽക്കുന്ന സമയത്ത് ഇവര് പ്ലാന്റിൽ തുറന്നു വിടും. ഇത് BPCL ആണോ HOC ആണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവർ രണ്ടുപേരോട് നമ്മളിത് വിളിച്ചു പറയും. പക്ഷെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും അവരുടേതല്ല സ്മെല്ലെന്നാ പറയുന്നത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് സമയത്ത് വെയിറ്റ് ചെയ്ത് അറിയാൻ പറ്റും. ഈ സാധനം തുറന്നു വിട്ട് കഴിയുമ്പോൾ അന്തരീക്ഷം മുഴുവനും പുകപടലം പോലെ അങ്ങോട്ട് ഇതാവും. എന്നിട്ട് അതെല്ലാം നമ്മുടെ താഴ്ന്ന പ്രദേശമാണല്ലോ, താഴത്തേക്ക് വന്നിറങ്ങുക. അപ്പോൾ ഉണ്ടാകുന്ന ഇപ്പൊ 2 ആഴ്ച മുമ്പുണ്ടായ സ്മെല്ലെന്ന് പറയുന്നത് ശരിക്കും ഒരു പനാമർ, നമ്മള് പാടത്തടിക്കുന്ന പനാമറുണ്ടല്ലോ, ആ പനാമറിന്റെ സ്മെല്ലായിരുന്നു. ഈ അടുത്ത കാലത്തുണ്ടായ മരണങ്ങളിൽ പലതും ശ്വാസമുട്ടലായിരുന്നു ഏറ്റവും പ്രധാനമായും അനുഭവിച്ചത്. അതെ, തീർച്ചയായിട്ടും അതായിരുന്നു. നമ്മുടെ താഴത്തെ വീട്ടിലെ ഒരു ചേട്ടൻ മരിച്ചിട്ട് ഇപ്പൊ 4 മാസമായിട്ടുള്ളൂ. അതിന് 2 ദിവസം മുമ്പ് ഇതുപോലത്തെ സ്മെല്ലുണ്ടായിരുന്നു. അല്ല, തലേ ദിവസം സ്മെല്ലുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ ഇൻഹേലർ ചെയ്തോണ്ടിരുന്നതായിരുന്നു, അടിച്ചോണ്ടിരുന്നതായിരുന്നു. പിറ്റേ ദിവസം നേരെ വെളുത്തപ്പോ ആ ചേട്ടൻ മരിച്ചു കിടക്കുന്നതാണ് നമ്മള്. ചേട്ടാ, ഈ കമ്പനികൾ ഏതെങ്കിലും രീതിയിൽ ഈ വിഷയം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഒപ്പം നിന്നിട്ടുണ്ടോ? ഇല്ല, കമ്പനി ഒരിക്കലും ഞങ്ങൾക്കൊപ്പം നിന്നില്ല. കമ്പനി എപ്പോഴും ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ആളുകൾ ശ്വാസം മുട്ടലും മറ്റു രോഗങ്ങളും എല്ലാം അനുഭവിക്കുമ്പോൾ കമ്പനി ഞങ്ങൾക്ക് ഒരാനുകൂല്യം തന്നിട്ടില്ല. അത് തന്നെയല്ല, ഇവിടെ ഈ മതിലിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പോലും പറ്റാത്തത്. വണ്ടി സൗകര്യമില്ല, ഇവിടെ സ്കൂളിന്റെ സൗകര്യമില്ല, സ്കൂളൊക്കെ ഇവിടുന്ന് മാറ്റിക്കളഞ്ഞു. പൊല്യൂഷൻ കാരണം ഇവിടെ കിടക്കാൻ പറ്റില്ലാത്ത അവസ്ഥ ഞങ്ങൾക്ക്. ഈ കുട്ടികളെ കൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഉണ്ട്. മഴ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും, എപ്പോഴും ജലദോഷവും ഇതൊക്കെ തന്നെയാ, പനിയും കാര്യങ്ങളും. ഒരുപാട് പേര് ഇവിടുന്ന് താമസം മാറി വാടകയ്ക്ക് പല സ്ഥലങ്ങളിലേക്കും പോയി. വാടകയ്ക്ക് പോയേക്കോ ഇവിടുന്ന്. കുട്ടികൾക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാകുന്നില്ല, എന്താ അവസ്ഥ? രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാ വീക്കിലും നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ നേരം കിട്ടുന്നുള്ളൂ. ഭയങ്കര അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടേറിയ അവസ്ഥയാണ്. എത്ര കാലമായി നിങ്ങളുടെ സമരം? എന്തുകൊണ്ടായിരിക്കും ആരും ഇതുവരെ കേൾക്കാത്തത്? അതെന്താന്നറിയില്ല. നമ്മളിങ്ങനെ പറയുന്നുണ്ട്, പോരാടുന്നുണ്ട്, പക്ഷെ ആരും അത് മനസ്സിലാക്കുന്നില്ല. ഇവിടെ ക്യാൻസർ രോഗികളും അതുപോലെ തന്നെ ഗുരുതരമായ ശ്വാസമുട്ട് അനുഭവിക്കുന്ന ആളുകളുമുണ്ട്. ചേച്ചി, എന്താണ് ഇവിടുത്തെ സാഹചര്യം? എനിക്ക് മോൾക്ക് ശ്വാസം മുട്ടലാണ്. അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഇവിടെ ജീവിക്കുന്നത്. ഈ മഴ പെയ്യുമ്പോൾ ഈ രൂക്ഷഗന്ധവും പുകയും താഴോട്ട് ഇറങ്ങുകയാണല്ലോ, ആ സമയത്ത് എന്താണ് നിങ്ങളുടെ സാഹചര്യം? അന്നേരം ഭയങ്കര ശ്വാസം മുട്ടല, ചുമയും ശ്വാസം മുട്ടലും വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇവിടെ നടത്തിയ മെഡിക്കൽ റിപ്പോർട്ടിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് ഈ പുക കാരണമാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല. അധികാരികൾ ആരും ഞങ്ങളെ ശ്രദ്ധിക്കണോ ഇല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണമില്ല. കളക്ടർ പലതവണ പല രീതിയിലും ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല. വീണ്ടും ഒരു പരിശോധനയ്ക്കുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുള്ളി കൊടുത്തിരിക്കുകയാണ്. അതെ.